കഴിഞ്ഞ ദിവസം ജേക്കബ് നട്ട നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. കാട്ടുപന്നി ശല്യം കൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു. മീന്തുള്ളിയിലെ കല്ലറയ്ക്കൽ ജേക്കബ് തന്റെ അരയേക്കർ സ്ഥലം കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജേക്കബ് നട്ട നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. 25 വാഴ നട്ടതിൽ ഇനി 6 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. പന്നിശല്യം രൂക്ഷമായതിനാൽ പച്ചക്കറി കൃഷിക്കും നെൽകൃഷിക്കും ഏറെ അനുയോജ്യമായ അരയേക്കർ സ്ഥലം ജേക്കബ് കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. മഞ്ഞളൊഴിച്ച് ബാക്കി എല്ലാ കൃഷികളും കാട്ടുപന്നികൾ കുത്തി നശിപ്പിക്കുകയാണെന്ന് ജേക്കബ് പറയുന്നു. 50 വർഷമായിട്ട് ഇവിടെ താമസിച്ച് കൃഷി ചെയ്യുന്ന ആളാണ്. നമ്മളെ അപ്പച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടം കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് 2 പ്രാവശ്യം കൃഷി ചെയ്യും, പിന്നെ പച്ചക്കറി ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ചിലവിനുള്ള നെല്ലും കിട്ടിക്കൊണ്ടിരുന്ന ഇതാണ്. ഇപ്പം നമ്മൾ ഈ കൃഷി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും മൃഗങ്ങളില്ല. പന്നിയാണ് ഇവിടെ, പന്നിയുടെ ശല്യമാണ് മെയിനായിട്ടുള്ളൂ. വേറൊരു ശല്യം ഇതുവരെ കാണില്ല. പന്നി ശല്യം കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. ഈ മഞ്ഞളിന് മാത്രം ഇതുവരെ കുഴപ്പം വന്നില്ല. മഞ്ഞൾ മാത്രം കുത്തുന്നില്ല. ഇഞ്ചിയും കുത്തുന്നുണ്ട്, കപ്പയും കുത്തുന്നുണ്ട്, വാഴയും കുത്തുന്നുണ്ട്, പച്ചക്കറി എല്ലാം. ചാണാനോ പിണ്ണാക്കോ എന്തെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ സാധനം കുത്തും. അപ്പോൾ എനിക്ക് പറയാനുള്ളൂ, ഒന്നുകിൽ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവിടുന്ന് പണ്ട് ഇവിടുന്ന് കുടിയിറക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഒന്നെങ്കിൽ കൃഷിക്കാർക്ക് ഇത് സംരക്ഷിക്കാനുള്ള പൂർണ്ണ അവകാശം കൊടുക്കണം. കൃഷിക്കാർ ഭൂമി കൃഷി സംരക്ഷിച്ചോളും, പക്ഷേ അതിനുള്ള പൂർണ്ണ അധികാരം അവർക്ക് കൊടുക്കണം. ബാക്കിയൊന്നും ചെയ്ത് ഇങ്ങനെ പക്ഷിയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ മണ്ണ് വെച്ച് കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നും മെനക്കെടാൻ ആരും ഉണ്ടാവില്ല. ഒരാളും വന്നിട്ട് ഒരു ദിവസം പോലും ഒരു പന്നിയെ വെടിവെക്കാൻ പോലും ആരും വരികയില്ല. അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വന്യമൃഗങ്ങൾക്ക് മാത്രമായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ സ്ഥലം സന്ദർശിച്ചു. വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഓരോരോ ദിവസവും കാണുന്ന കാഴ്ചയാണ് ഈ വന്യജീവി പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം സർക്കാർ തലത്തിൽ ആലോചിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് കൃഷിഭവൻ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ജേക്കബ് ഏട്ടൻ നമ്മുടെ കാർഷിക വികസന സമിതി മെമ്പർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം, 9 ഏക്കർ സ്ഥലമുണ്ട്, കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. പക്ഷേ ഇതേ പ്രദേശത്ത് ഒരു പ്രാവശ്യം മരച്ചീനി കൃഷി ചെയ്ത് മുഴുവൻ പന്നി നശിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നൽകിയ വാഴകളാണ് മുഴുവൻ അതുപോലെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ്. ഭാഗികമായി മുമ്പ് തോട്ടത്തിൽ ഒറ്റപ്പെട്ട 1-2 വാഴകളാണ് നശിപ്പിക്കുന്നത്. ഇപ്പോൾ മുഴുവനായി തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായും കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിലേക്ക് നമ്മുടെ ബ്ലോക്ക് തലത്തിലൊരു നിർദ്ദേശം പോയിട്ടുണ്ട്. അതായത് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളത്, കർഷകർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ ഒരു പദ്ധതി, ഈ വർഷം പദ്ധതി രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഇപ്പോൾ പദ്ധതി രൂപീകരണ ഗ്രാമസഭകളിൽ നടക്കുന്നുണ്ട്. അതായത് ഈ വന്യജീവികളെ ഏറ്റവും കൂടുതൽ പന്നി കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാട് മൂടി കിടക്കുന്ന തരിശ് പ്രദേശത്താണ്. ഈ തരിശ് പ്രദേശങ്ങൾ മുഴുവൻ കാപ്പി കൃഷി ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നന്നായി വളരുന്ന ഒരു കാർഷിക വിളയാണ് കാപ്പി കൃഷി ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ കാട് നീക്കം ചെയ്ത്, പ്രത്യേകിച്ച് കാപ്പി പോലുള്ള കാർഷിക വിളകളെ പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിന് ചെറുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെയും പഞ്ചായത്ത് തലത്തിൽ ആലോചന യോഗം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർഷിക പദ്ധതി ഗ്രാമസഭയിലും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതായാലും നമുക്ക് കർഷകരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഓരോരോ വർഷം കൂടുന്തോറും പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പന്നിയുടെ ആക്രമണം വളരെയധികം കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തും എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.